ഇന്നാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം. പോരാത്തതിന് ഫ്രൈഡേ ആണ്. ഇന്നലെ നൈറ്റ് വരെ നാട്ടിൽ പോകാമെന്നോർത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ രാവിലെ എണീച്ചതും പീരീഡ്സായി. അപ്പോൾ ആ സന്തോഷം പകുതി മുക്കാലും പോയി. പക്ഷെ നമുക്ക് എക്സാം എഴുതാണ്ടിരിക്കാനും പറ്റില്ല, വീട്ടിൽ പോകാതിരിക്കാനും പറ്റില്ല. എലക്ഷൻ ആയതുകൊണ്ട് തന്നെ ലീവ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ എന്തായാലും നാട്ടിൽ പോകണമെന്ന് മുന്നേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ സ്വയം ഓക്കെ ആയി. രാവിലെ കുറച്ച് വെള്ളവും പഴമൊക്കെ കഴിച്ച് നമ്മൾ നേരെ എക്സാം എഴുതാൻ വേണ്ടി പോയിട്ടോ. എക്സാം കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് വന്നു, ഫ്രഷായി, നേരെ ബാഗ് പാക്ക് ചെയ്തു, അലക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിലിട്ടു കേട്ടോ. അങ്ങനെ നേരെ മെട്രോയിൽ നേരെ ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡൊന്നും കഴിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഒരു ചിക്കൻ റോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. ട്രെയിൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, സ്വാഭാവികം. ബട്ട് അത്രയും തിരക്കുള്ള ട്രെയിനിൽ നമുക്ക് സീറ്റ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ബാക്കിൽ പോയി നിന്നുകൊണ്ടായിരിക്കാം മേ ബി സീറ്റ് കിട്ടിയത്. അങ്ങനെ ഞാൻ അവസാനം ഷൊർണൂർ എത്തി. അവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി വീട്ടിലേക്കുള്ള ബസ് കയറി. ബസ്സിൽ സീറ്റ് കിട്ടി. ഈവനിങ് ആയതുകൊണ്ട് ഞാൻ തിരക്കുമെന്ന് വിചാരിച്ചത്, പക്ഷേ സീറ്റ് കിട്ടി കേട്ടോ. ബസ് ഇറങ്ങി നേരെ വീട്ടിലേക്ക് കടന്നു. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചിത്രാമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, എപ്പോഴാണ് വരുന്നതെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ കയറി ഫ്രഷായി. പിന്നെ ആദ്യം ഒരു ചായ ഇട്ട കുടിച്ചത്, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ സ്നാക്സൊക്കെ ഞാൻ വരുന്നതുകൊണ്ട് എൻ്റെ കസിൻ എനിക്ക് വേണ്ടി മേടിച്ചിട്ട് വന്ന കേട്ടോ. എനിക്ക് ഈ കേക്ക്സും ഐസ്ക്രീംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഞാൻ വരുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി മേടിച്ചു. അതുമാത്രമല്ല, അവൻ 1 കിലോ ലഡ്ഡു മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ലഡ്ഡു എനിക്കിഷ്ടമാണ്, പക്ഷേ 1 കിലോ ലഡ്ഡു ഒന്നും മേടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ വിചാരിച്ചില്ല. അവനെന്നെ ചെറിയൊരു ഗണപതിയാക്കി മാറ്റി. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.